ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഔട്ടിങ്ങിന് പോയ വീഡിയോ ആണ്. ജബലാലിയിലെ ഫെസ്റ്റിവൽ പ്ലാസ. ജബലാലിയിലെ ഏറ്റവും ഫേമസ് ആയത് ഹിന്ദു ടെമ്പിളാണ്. ഈ കാണുന്നതാണ് ഹിന്ദു ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ചർച്ച് ഉണ്ട്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഈ ടെമ്പിളിലേക്ക് വരാറുണ്ട്. ഈ കാണുന്ന പോലെ എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കാണ് ഉണ്ടാവാറ്. എറൗണ്ട് ഒരു 7:30ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോഴും ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ. 3 ഇയേഴ്സായി ദുബായിൽ ഞങ്ങളുടെ ലൊക്കേഷൻ അൽഫുർജാനാണ്. ഇത് നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. ഒരുപാട് വില്ലാസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഫെസ്റ്റിവൽ പ്ലാസയിലേക്ക് പോകുന്ന ആ റൂട്ടിൽ തന്നെയാണ് ഈ ടെമ്പിളൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തത്. ഈ കാണുന്നതാണ് ഫെസ്റ്റിവൽ പ്ലാസ. എൻ്റെ റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്കാകെ 5 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. ഈ മോളിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ ടാക്സി വഴി വരണം, അല്ലെങ്കിൽ ഇബൻ ബത്തൂത്തയിൽ ഇറങ്ങി ബസ് സർവീസിലായിട്ട് വരണം. അതുകൊണ്ടൊക്കെ തന്നെ ഈ മോളിൽ അധികം റഷ് ഒന്നും ഉണ്ടാവാറില്ല. ഒട്ടുമിക്ക എല്ലാ വീക്കിലും ഗ്രോസറി ഷോപ്പിങ്ങിനും മറ്റുമായി ഞങ്ങൾ ഈ മോളിലേക്ക് വരാറുണ്ട്. എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഒപ്പം തന്നെ പോവാറുണ്ട്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് വളരെ റെയറായിട്ടാണ്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് പോകാറുള്ളൂ. മാക്സിമം ഞങ്ങൾ ഒപ്പം തന്നെ പോകാൻ നോക്കാറുണ്ട് എല്ലാ കാര്യങ്ങളിലും. ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് 2 പേർക്കും ADV മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഈ മോളിൽ തന്നെ ചാംസ് എന്ന് പറയുന്ന ജിമ്മിൽ ഞങ്ങൾക്ക് ഡെയിലി ആക്സസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഡെയിലി വരുമായിരുന്നു. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ മുകളിലേക്ക് എൻ്റർ ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് ആദ്യം പോകേണ്ടതെന്ന്. ലുലുവിലേക്ക് പോകണോ ഐക്കിയയിലേക്ക് പോകണോ എന്ന ഡൗട്ടിലാണ് ഞങ്ങൾ 2 പേരും. ലാസ്റ്റ് തീരുമാനിച്ചു നമുക്ക് ആദ്യം ഐക്കിയയിലേക്ക് പോകാമെന്ന്. ഇനി എല്ലാ മോളിലും ക്രിസ്മസിൻ്റെ വൈബായിരിക്കും. ഇനി മോളുകളിലൊക്കെ പോയാൽ തന്നെ നമുക്ക് ഒരുപാട് കാണാൻ രസമുള്ള കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക എല്ലാ മോളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ എല്ലാ മോളിൽ പോകുമ്പോഴും ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല വെച്ചെങ്കിലും ഈ ഡെക്കറേഷൻസൊക്കെ കാണാൻ വേണ്ടി തന്നെ നമ്മൾ പോകും. ഐക്കിയയിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ അവിടെ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 2 പേർക്കും ഒരുമിച്ചിട്ടുള്ള ഫോട്ടോ കിട്ടണം. അപ്പോൾ അവർ ജസ്റ്റ് ഞങ്ങളെ ഇങ്ങനെ നോക്കി. അത് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. അപ്പം ഞങ്ങൾ അവർക്ക് ഫോട്ടോ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഇതാ നമ്മൾ ഐക്കിയയിലേക്ക് എൻ്റർ ചെയ്തു. ജസ്റ്റ് ഇങ്ങനെ എല്ലാ സ്ഥലവും നോക്കി കാണുകയാണ്. ഇത് ഓരോ ബെഡ്റൂം അറേഞ്ച് ചെയ്ത സെഷനും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിതാ എല്ലാ മിറർ കണ്ടാലും പോയി ഞങ്ങൾ ഫോട്ടോ എടുക്കാം. നാട്ടിൽ ഞങ്ങളുടെ ഹോമിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ബെഡ്റൂമിൻ്റെയും കിച്ചണിൻ്റെ ലിവിങ് ഏരിയയുടെ ഒക്കെ ഡിസൈനും ഇൻറ്റീരിയറും ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ഉണ്ടാവും കാര്യങ്ങളെന്നൊക്കെ. എനിക്ക് കുറച്ചും ഡാർക്ക് ഇത് ഡാർക്ക് ആക്കിയാ പോരെ. ഇതൊരു മഹാഗണി ഈ ഒരു ഇതല്ല, ഒരു ലൈറ്റ് റെഡിഷ് കളർ ആക്കിയാ പോരെ. ഇതേ കേട്ടില്ലേ, ഈ ഒരു കോൺവെർസേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലത്തെ ഡൈനിങ് ടേബിളിനെ ഡിസൈൻ ചെയ്യാണ്. ഇതേ ഈ കാണുന്ന കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്കിത് ഇഷ്ടമായി. ഞങ്ങളിങ്ങനെ പുറത്ത് പോയാൽ കുറേ വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ചില സമയത്തൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. അതൊക്കെ എൻ്റെ ഗാലറിയിൽ തന്നെ എടുക്കാറുണ്ട്. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അതോ ഞാൻ മാത്രമാണോ ഇങ്ങനെയെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കും. എല്ലാം ഒരു നല്ല മെമ്മറിയാണല്ലോ. ആക്ച്വലി ഈ വീഡിയോ വളരെ മെല്ലെ എടുക്കേണ്ടതാണ്. ഞാനിത് വളരെ റാൻഡായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ ഒരുപാടുണ്ട്. നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ കിച്ചണിൻ്റെ സ്ട്രക്ചർ ഡെമോ ഒക്കെ നമുക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. കളർ കോമ്പിനേഷനും മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുമൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ചാൽ ഇവരും കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ചെയ്യും കേട്ടോ. ഇനി നമ്മൾ വന്നത് ഈ ബെഡ്റൂമിൻ്റെ ഒക്കെ അറേഞ്ച്മെൻ്റ് ഉള്ള സ്ഥലത്തേക്കാണ്. കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. ഈ ഏരിയ മൊത്തം കിഡ്സിൻ്റെയാണ്, കിഡ്സിൻ്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും അവർക്ക് ഗെയിമുമായിട്ടും പ്ലേ ചെയ്യാനായിട്ടൊക്കെ
ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇത് കിഡ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ കളർ ഡിഫറൻസൊക്കെ നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തത് ഐക്കയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. എങ്ങനെയുണ്ട് ഐക്യ? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഐക്യ. ഈ 2 ഐസ്ക്രീമും കഴിച്ച് കുറച്ച് ടൈം ഞങ്ങൾ അവിടെ ഇരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ലുലുവിലേക്കാണ്. കാര്യമായിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നല്ല ഫ്രഷ് ഫിഷ് കണ്ടാൽ മേടിക്കണം. ആക്ച്വലി ഫിഷ് മേടിക്കാനാണ് പോകുന്നതെങ്കിലും എല്ലാ ഭാഗത്തും പോയി ചെക്ക് ചെയ്യും എന്തൊക്കെയുണ്ടെന്ന്. എക്സ്പെഷ്യലി ഈ കോസ്മെറ്റിക്സിൻ്റെ ഏരിയ, അതുപോലെ ഓഫറിൻ്റെ ഏരിയ, അവിടെയൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഫിഷിൻ്റെ ഏരിയയിലേക്ക് വന്നു കേട്ടോ. ഇതാണ് ലുലുവിലെ ഫിഷിൻ്റെ ഏരിയ. നമ്മൾ ആ ഫിഷ് ഫ്രഷ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. നമ്മൾ മേടിച്ച ഫിഷ് ഇത് തന്നെയാണ് കേട്ടോ. നമ്മളത് മേടിച്ച് ക്ലീൻ ചെയ്യാൻ കൊടുത്തു. ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ടൈമിൽ ഞങ്ങൾ ലുലുന്ന് തന്നെ ഒരു ചിക്കൻ ബർഗറും ചിക്കൻ പിസയും വാങ്ങി കഴിച്ചു. ഞങ്ങളിരിക്കുന്നതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ കിഡ്സിൻ്റെ ഒരു പ്ലേ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. ചില കിഡ്സ് ഭയങ്കര ഹാപ്പിയാണ്, ചിലവർ കരയുന്നുമുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ക്ലീൻ ചെയ്ത മീനൊക്കെ മേടിച്ച് റൂമിലേക്ക് തിരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഔട്ടിങ്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 11:30, 12 ആയിട്ടുണ്ട് കേട്ടോ. നാളെ ഞങ്ങൾക്ക് 2 പേർക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്. എനിക്ക് 6:30, ബിബിയേട്ടന് 7 o'clock. പോകുന്ന ഈ വഴിയിൽ ഞങ്ങളുടെ ഡിസ്കഷൻ എന്ന് ഈ മീൻ കറി വയ്ക്കുമെന്നാണ്. നാളെ തന്നെ കറി വയ്ക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ബൈ.